കോവിഡ്-19 ശേഷം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ അവസ്ഥയാണ് നമ്മുടേത്. പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ഏത് വൈറസിനെ കുറിച്ച് കേട്ടാലും നമ്മളെല്ലാം ഭയക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആ ഇടയ്ക്കാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നൊരു പുതിയ വൈറസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. ചൈനയിൽ ഇതിൻ്റെ വ്യാപനമുണ്ടെന്നും ഇത് മറ്റൊരു കോവിഡ്-19 പാൻഡമിക്കായി മാറുമെന്നുള്ള രീതിയിലാണ് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ച് ധാരാളം ചർച്ചകൾ പത്രങ്ങളിലും TV മാധ്യമങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് നമ്മൾ കേൾക്കുന്നു. അത് കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഭയപ്പെടുന്നു. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രമാത്രം പ്രശ്നക്കാരനായിട്ടുള്ള ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് എന്നുള്ളത് ഒരു പുതിയ വൈറസ് അല്ല എന്നത് ആദ്യമേ പറയട്ടെ. ഈ വൈറസ് 2001 മുതൽ നമുക്കറിയാം. ഇതിനു മുന്നേ തന്നെ 60 വർഷങ്ങളായിട്ട് എങ്കിലും മനുഷ്യരിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. 2017 കിംസ് ആശുപത്രിയിൽ തന്നെ ചെയ്ത ഒരു പഠനത്തിൽ നമ്മുടെ ജലദോഷപ്പനികളിൽ 5% ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്. ഈ വൈറസ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ ചികിത്സിച്ചിട്ടുള്ളതുമാണ്. സാധാരണ രീതിയിലുള്ള ജലദോഷപ്പനികൾ ആയിട്ടാണ് ഈ അസുഖം പലപ്പോഴും ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് പലപ്പോഴും കണ്ടുവരുന്നത്. ഇത് ജലദോഷമായിട്ട് പനി, ചുമ തുടങ്ങിയ രീതിയിൽ കണ്ടുവരുന്നതാണ്. ഒരുവിധം ആളുകളിലൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ, മരുന്നുകളൊന്നും കഴിക്കാതെ ആശുപത്രിയിൽ പോകാതെ തന്നെ മാറുന്ന അസുഖങ്ങളാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഉണ്ടാക്കുന്നത്. വളരെ അപൂർവമായിട്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞവരിലും അതുപോലെ തന്നെ മറ്റു അസുഖങ്ങളുള്ളവരിലും, ഒരു പക്ഷേ ന്യൂമോണിയോ അതുപോലെയുള്ള അസുഖങ്ങളോ വളരെ അപൂർവമായിട്ട് ഈ വൈറസ് ഉണ്ടാക്കാറുമുണ്ട്. ഇതുപോലുള്ള വൈറസുകൾ തണുപ്പുള്ള മാസങ്ങളിൽ, വിൻ്റർ മാസങ്ങളിൽ കൂടുന്നത് ലോകത്തിലെ പല ഭാഗങ്ങളിലും മുന്നേ തന്നെ കണ്ടുവരുന്നതാണ്. ചൈനയിൽ ഇപ്പോൾ സംഭവിക്കുന്നതും മറ്റൊന്നല്ല. വിൻ്റർ അഥവാ അവരുടെ ശൈത്യകാലത്ത് വൈറസിൻ്റെ വ്യാപനം ഉണ്ടാവുകയും കുറച്ച് ആൾക്കാർ അത് കാരണം ഇൻഫെക്ഷൻസ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് മാത്രമല്ല, ചൈനയിലുള്ള ഇൻഫെക്ഷൻസ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിന് പുറമെ ഇൻഫ്ലുവൻസ, അതുപോലെ തന്നെ മൈക്കോപ്ലാസ്മ ന്യൂമോണിയ തുടങ്ങി പല ഇൻഫെക്ഷൻസും അവിടെ കൂടുതലായിട്ട് ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ഇത് സാധാരണ രീതിയിലുള്ള ഒരു സീസണലായിട്ടുള്ള ട്രെൻഡ് മാത്രമാണ്. ഇത് വൈറസ് വിൻ്ററിൽ കൂടുന്നത് എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ ഇന്ത്യയിലും കേസുകൾ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഭീതി ജനിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ കേസുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ടല്ല ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് ഇന്ത്യയിൽ കണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷമെല്ലാം നമ്മൾ ഒട്ടേറെ കേസുകൾ നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇതെല്ലാം വളരെ മൈൽഡായിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ്. പ്രത്യേകിച്ച് ആ ഒരു അസുഖത്തിന്, ഈ ഒരു ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചികിത്സ ആവശ്യമായിട്ട് വരികയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഭീതികൾ പടർത്തുന്നത് നമ്മളെല്ലാവരും നിർത്തേണ്ടതാണ്. ആ രീതിയിൽ ഒരു കോവിഡ്-19 പോലെ ഒരു പാൻഡമിക്കിന് അല്ലെങ്കിൽ വ്യാപനത്തിന് സാധ്യതയുള്ള ഒന്നും തന്നെ ആ രീതിയിലുള്ള ഒരു തെളിവും നമുക്ക് WHO നിന്നോ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ അധികൃതരിൽ നിന്നോ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലുള്ള ഭീതി പടുത്തുന്നത് നിർത്തണം, അല്ലെങ്കിൽ നമ്മളത് അവസാനിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ അഥവാ ഇത് വരികയാണെങ്കിൽ പോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ മൈൽഡായിട്ടുള്ള റെസ്പിറേറ്ററി സിംറ്റംസ്, അത് പനിയാവാം, അതുപോലെ ജലദോഷത്തിന് സിംറ്റംസ് ആവാം, ചുമയാവാം. അതാണ് സാധാരണ രീതിയിൽ നമ്മൾ ഈ വൈറസിൻ്റെ ഭാഗമായിട്ട് കണ്ടുവരുന്നത്. അത് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ആൻറ്റിവൈറൽസോ അങ്ങനെ ഒരു മെഡിസിൻസ് ഒന്നും കൂടാതെ തന്നെ സാധാരണ രീതിയിൽ മാറുന്ന ഒരു അസുഖമായിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജാഗ്രത വേണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ജാഗ്രത വേണം. അത് ഈ ഒരു വൈറസിന് വേണ്ടി മാത്രമല്ല, എല്ലാ വൈറസുകൾക്കും നമുക്ക് ഇതുപോലെയുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക്, ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർക്ക്, പ്രായമേറിയ ആൾക്കാർക്ക് തീർച്ചയായിട്ടും വൈറസ് അസുഖങ്ങൾ തീവ്രമാവാനുള്ള സാധ്യതയും ഇതുപോലുള്ള ന്യൂമോണിയ പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾ പൊതുജനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും മാസ്കുകൾ ധരിക്കുന്നതൊക്കെ ഓക്കെയാണ്. അത് ഈ ഒരു പ്രത്യേകിച്ച് വൈറസിന് വേണ്ടി മാത്രമല്ല. അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക, ഹാൻഡ് ഹൈജീൻ, അപ്പോൾ നമ്മൾ കൈകൾ വൃത്തിയായിട്ട് സാനിറ്റൈസറോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് പൊതുസ്ഥലത്തെല്ലാം പോയി വന്നതിന് ശേഷം നമ്മൾ കഴുകുക എന്നുള്ളതെല്ലാം പൊതുവെ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ ഒരു വൈറസിന് വേണ്ടി മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇതിൽ തന്നെ ചില വൈറസുകൾക്ക്, ഇൻഫ്ലുവൻസ പോലെയുള്ള വൈറസുകൾക്ക് വാക്സിനേഷനും ലഭ്യമാണ് എന്നുള്ളതും നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ പറഞ്ഞു വെക്കുന്നത്, ഇത് നമുക്ക് നേരത്തെ അറിവുള്ള ഒരു വൈറസാണ്. കാര്യമായ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസായിട്ട് തോന്നുന്നില്ല. കോവിഡ്-19 പോലെയുള്ള ഒരു വ്യാപനത്തിലേക്ക്, ഒരു പാൻഡമിക്കിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല.